നമസ്കാരം. ഇത് തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്നുള്ള വീഡിയോ ആണ്. ഈ വീഡിയോ 8ാം ഉത്സവ ദിവസമായ ഇന്ന് വൈകുന്നേരം എടുത്തതാണ്. ഇവിടെ ധാരാളം നൃത്തങ്ങൾ അരങ്ങേറുന്നുണ്ട് ഈ സ്റ്റേജിൽ വൈകുന്നേരങ്ങളിൽ. ഇന്ന് ആദ്യമായിട്ട് ഇവിടെ ഒരു സംഘഗാനത്തിൻ്റെ ഒരു സംഗീതപരമായിട്ടുള്ളൊരു സംഘഗാന ഗ്രൂപ്പായിരുന്നു. അവരുടെ പരിപാടിയെല്ലാം കഴിഞ്ഞതിന് ശേഷം കുട്ടികളും വലിയവരും അടങ്ങിയ മോഹിനിയാട്ടം അല്ലെങ്കിൽ ഭരതനാട്യം, കുച്ചിപ്പുടി അങ്ങനെയുള്ള വിവിധ ഇനത്തിലുള്ള നൃത്യങ്ങൾ ഇവിടെ അരങ്ങേറുന്നതാണ്. ഈ സ്റ്റേജിൻ്റെ 4 വശത്തു നിന്നും നമുക്ക് ഈ ഡാൻസ് കാണാവുന്ന വിധത്തിലാണ് ഈ സ്റ്റേജ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. ഈ സ്റ്റേജിന് കിഴക്ക് ഭാഗത്താണ് ഡാൻസ് കൂടുതലും നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് കിഴക്ക് നോക്കിയിട്ടാണ് ഈ ഡാൻസ് നടക്കുന്നത്. അപ്പോൾ ഫ്രണ്ടിൽ ഒരുപാട് കസേരയിട്ട ആൾക്കാർ ഇരിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ കാലാവസ്ഥയെന്ന് പറഞ്ഞാൽ ഒത്തിരി നല്ല ചൂടാണ്. ഈ തറയെല്ലാം പാറയിൽ ഉണ്ടാക്കിയ ടൈലാണ്. അപ്പോൾ അതിന് ഒത്തിരി ചൂടുണ്ട്. വൈകുന്നേരങ്ങളിൽ അതിൻ്റെ ചൂട് കുറച്ചുണ്ട്. അപ്പോൾ എന്നിരുന്നാലും ആൾക്കാരൊക്കെ വന്നിരുന്ന് കാണുന്നുണ്ട്. കൂടുതലും ഇരുന്ന് കാണുന്നത് മുതിർന്ന ആൾക്കാരാണ്. അപ്പോൾ ഈ വർഷങ്ങളായിട്ട് മുടങ്ങിക്കിടന്ന ഒരു വേലകളി കഴിഞ്ഞ വർഷം അവർ പുനരാരംഭിക്കുകയും ആ വേലകളി ഈ വർഷമുണ്ട്. അത് നാളെയാണ് നടക്കുന്നത്, 9ാം ഉത്സവത്തിന്. അപ്പോൾ നാളെ വേലകളിയുണ്ട്. അതേപോലെ തന്നെ രാവിലെ 9 മണി മുതൽ ഏകദേശം ഒരു 2 മണി വരെ ഇവിടെ വേലകളിക്ക് സദ്യ ഉണ്ടായിരിക്കുന്നതാണ്. വേലകളി സദ്യ എന്നാണ് അത് പറയുന്നത്. അപ്പോൾ ഇത് വിവിധ ഇനം ആഹാര സാധനങ്ങൾ എല്ലാം വിളമ്പുന്ന ഊണാണ് മെയിനായിട്ടുള്ളത്. അത് കറി, വിവിധ ഇനത്തിലുള്ള കറി കാര്യങ്ങളൊക്കെയാണ് ഇതിന് കൂട്ടുകറിയായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു 2000 പേര് വന്നു കഴിഞ്ഞാൽ അവർ കഴിക്കാൻ പറ്റുന്ന വിധത്തിലാണ് ഇവിടെ എല്ലാ കാര്യങ്ങളും സജ്ജീകരിക്കുന്നത്. ഏകദേശം ഒരു ടൈമിൽ ഒരു 200 പേർക്ക് ഇരുന്ന് കഴിക്കാൻ വിധത്തിലാണ് ഇവിടെ ഒരു പന്തൽ, അന്നദാനത്തിനുള്ളൊരു അല്ലെങ്കിൽ സമൂഹ സദ്യയ്ക്കുള്ളൊരു പന്തൽ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. ഈ സദ്യയിൽ പൊതുജനങ്ങൾക്കും പങ്കെടുക്കാവുന്നതാണ്. ഇത് വേലകളി സദ്യയാണ്. ഈ വേലകളിയിൽ പങ്കെടുക്കുന്ന ആൾക്കാർ വടക്കു നിന്ന് വരുന്നവരാണ്. അവരും ഈ സദ്യയിൽ പങ്കെടുക്കുന്നവർ ഉച്ചയ്ക്കായിരിക്കും ഈ സദ്യയിൽ പങ്കെടുക്കുന്നത്. രാവിലെ തൊട്ട് പൊതുജനങ്ങൾക്ക് ഇവിടെ സദ്യ ഒരുക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും വന്നു കഴിഞ്ഞാൽ സദ്യയിൽ പങ്കെടുക്കാവുന്നതാണ്. അപ്പോൾ ക്ഷേത്രത്തിൽ വന്ന് തൊഴുകുന്നവരും അല്ലാത്തവരും ഒക്കെ വന്ന് ഈ സദ്യയിൽ പങ്കെടുക്കുന്നതാണ്. അപ്പോൾ നാളെ ഇതിൻ്റെ കൂടുതൽ വിശദമായിട്ടുള്ള വിവിധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരു വിശദീകരിക്കും. ഈ ആറാട്ടിനെക്കുറിച്ചും അതുപോലെ തന്നെ ഇവിടുത്തെ സാമൂഹികപരമായിട്ടുള്ള വിഷയങ്ങളെക്കുറിച്ചൊക്കെ ഇവിടെ സംസാരിക്കുന്നതാണ്. എല്ലാ വർഷവും അങ്ങനെ സംസാരിക്കുന്നതാണ്. ഈ ആറാട്ടിലും ഈ ഉത്സവത്തിലൊക്കെ കൂടുതലും പങ്കെടുക്കുന്ന രാജകുടുംബത്തിന് തിരുവിതാംകൂർ രാജകുടുംബത്തിലെ അംഗങ്ങളാണ്. അപ്പോൾ ഇതിന് ഒരു ഉപദേശക സമിതി ഈ ക്ഷേത്രത്തിന് ഒക്കെ ഉണ്ട്. അപ്പോൾ അവരെ ഇതിലാണ് ഇവിടെ വേറെ വ്യവസായികളും ഒക്കെ ചേർന്നുള്ള ഒരു പരിപാടിയാണ് ഈ സദ്യ അന്നദാനമൊക്കെ ഇവിടെ നടത്തുന്നത്. അപ്പോൾ എല്ലാവരും വരിക. ഈ വേലകളിയും അതുപോലെ തന്നെ ആറാട്ടും ഈ ഉത്സവം കാണാനാണ്. ഇത് പൈങ്കിനി ഉത്സവം. ഇത് 8ാം ദിവസമാണ്. നാളെ 9ാം ദിവസമാണ്. നാളെയാണ് വേലകളി ഉണ്ടായിരിക്കുന്നതാണ്. അത് കഴിഞ്ഞ് 10 കഴിഞ്ഞിട്ട് 11ാം തീയതിയാണ്, അതായത് ഏപ്രിൽ 11-നാണ് ആറാട്ട് നടക്കുന്നത്. പടിഞ്ഞാറൻ നടയിൽ നിന്ന് ശംഖും മുഖം വരെ പോകുന്ന ഒരു ആറാട്ടാണ്. ഈ ആറാട്ട് വൈകുന്നേരമാണ് പോകുന്നത്. അപ്പോൾ വൈകുന്നേരം ക്ഷേത്ര നട അടച്ചിരിക്കും. അന്നേരത്ത് ദർശനമില്ല. അപ്പോൾ ഭക്തജനങ്ങൾ വന്നു കഴിഞ്ഞാൽ അന്നേരത്ത് കയറി തൊഴുവാൻ സാധിക്കുന്നതല്ല. അപ്പോൾ ക്ഷേത്രം അടച്ചിരിക്കുന്നതാണ്. അപ്പോൾ ആറാട്ട് പോയി തിരിച്ചു വന്നതിന് ശേഷം മാത്രമേ ക്ഷേത്രം തുറക്കുകയുള്ളൂ. അത്തരത്തിലാണ് ഇവിടുത്തെ ക്രമീകരണങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും വരിക. ഈ ആറാട്ടിലും അതേപോലെ തന്നെ വേലകളിലും ഈ വേലകളി സദ്യയിലെല്ലാം പങ്കെടുക്കുക. ഇത്തരത്തിലുള്ളൊരു ചെറിയ വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. വീണ്ടും കാണാം. അടുത്ത വീഡിയോയ്ക്ക് കാത്തിരിക്കുക. അതുവരേക്കും നന്ദി, നമസ്കാരം. ആദ്യം പിന്നെ പറഞ്ഞു
Taiwan, USD sound.